ഒരു ഏത്തപ്പഴവും 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ പഴമാണെങ്കിൽ 2 പഴം എടുക്കാം. വലിയ പഴമായതുകൊണ്ടാണ് ഞാൻ 1 പഴം എടുത്തത്. മുട്ട ഈ ബൗളിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ച് വയ്ക്കാം. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഈ പഴം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇത്ര പൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. പഴം ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ഉടച്ച് വേണമെങ്കിലും എടുക്കാം. പിന്നെ എടുത്തിരിക്കുന്ന 1 കപ്പ് ഓട്സാണ്. ഈ ഓട്സ് ഇനി ഒന്ന് പൊടിച്ചോണ്ട് വരാം. പൊടിക്കാതെ വേണമെങ്കിലും ചേർത്ത് ഇളക്കി എടുക്കാം. എന്നാലും ഒന്ന് പൊടിച്ചോണ്ട് വരാം. ഓട്സ് ഞാൻ പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ പൊടിയുണ്ട, ഇച്ചിരി തരി കിടക്കണം. ഇനി ഇത് നമുക്ക് ഈ മുട്ടയുടെ മിക്സിലോട്ടിട്ട് ഇളക്കാം. കുറേശ്ശെ ഇട്ട് ഇളക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഇതിനകത്തിൻ്റെ മധുരം ഒന്നും ഇടുന്നതല്ല. ഇത് ഷുഗർ പേഷ്യൻറ്റിനും കഴിക്കാം. രാത്രി കഴിച്ചുകൊണ്ട് കിടക്കാം, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാം. ഇനി ഈ ഏത്തപ്പഴം ഇതിലേക്കിട്ട് ഇളക്കാം. നമ്മളിങ്ങനെ തയ്യാറാക്കി എടുത്ത മിക്സ് ഇതിനകത്ത് കുറച്ച് പാലുകൂടി ഒഴിച്ച് ലൂസാക്കി ദോശ പോലെ ചുട്ടെടുക്കാം. അല്ലെ പാനകത്ത് കോരി ഇതുപോലെ തന്നെ വെച്ച് വേണമെങ്കിലും ചുട്ടെടുക്കാം. ഇഡ്ഡലി തട്ടി വെച്ച് വേണമെങ്കിലും ചുട്ടെടുക്കാം. ഇത് ഇലയിൽ പൊതിഞ്ഞ് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതിപ്പം ഞാൻ പാനകത്ത് കോരി ഒഴിച്ച് ചുട്ടെടുക്കാൻ പോവുകയാണ്. ചൂടായ പാനിലേക്ക് ഏതെങ്കിലും ഒരു എണ്ണ നമുക്ക് ഒഴിക്കാം. ബട്ടറോ നെയ്യോ അല്ലാതെ വെജിറ്റബിൾ ഓയിലോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് ഒഴിക്കാം. അവരവരുടെ കയ്യിലുള്ളത് ഇഷ്ടാനുസരണം ഒഴിച്ചാൽ മതി. ഇതെല്ലായിടും ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലാക്കിക്കൊണ്ട് ഇത് നമുക്ക് ഇങ്ങനെ കോരി വയ്ക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കുറച്ചുകൂടെ പാലൊഴിച്ച് ദോശ പോലെ ചുട്ടെടുക്കാം, ഇല്ലെങ്കിൽ ഇലയിൽ പൊതിഞ്ഞ് ഉണ്ടാക്കിയെടുക്കാം. ഇഡ്ഡലി തട്ടിൽ കോരി വെച്ച് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ എളുപ്പം പണി തീരാൻ വേണ്ടി ഇങ്ങനെ കോരി വെച്ച് ചുട്ടെടുക്കുന്നു. ഒരു പുറം എന്തെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെ മുട്ട തിരിച്ചിടുന്ന കണക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നമ്മൾ കൂടെ തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കണം. കാര്യം ഇതിലെ ഓട്സ് വേവണം, മുട്ട വേവണം, പഴം പിന്നെ വെന്തോളൂ. ഇച്ചിരി വേവ് കുറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഏറ്റവും എളുപ്പമെന്ന് പറഞ്ഞാൽ ഇഡ്ഡലി തട്ടി കോരി ഒഴിക്കുക, അല്ലെങ്കിൽ ഇലയിൽ പൊതിഞ്ഞ് ആവി കയറ്റി വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് രണ്ടും ഉള്ളത് കൊണ്ട്. അല്ലെങ്കിൽ പാലൊഴിച്ച് ദോശയുടെ പരുവത്തിൽ നീട്ടി മാവ് ലൂസാക്കിക്കൊണ്ട് ദോശയുടെ ഇതിൽ ചുട്ടെടുക്കുക. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം എല്ലാം നല്ലപോലെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ മുട്ടയും ഏത്തപ്പഴവും ഓട്സും വെച്ചുള്ള പലഹാരം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ് ഇത് പല രീതിയിലും ഉണ്ടാക്കിയെടുക്കാമെന്ന്. ഇഡ്ഡലി തട്ടിലായാലും ഇലയിൽ പൊതിഞ്ഞായാലും അല്ലെങ്കിൽ പാല് ചേർത്ത് ലൂസാക്കിക്കൊണ്ട് നമുക്ക് ദോശയുടെ പരുവത്തിലായാലും ഉണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞ് ഞാനത് ഇത്തിരി കട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഓട്സ് എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ എന്നെ പറഞ്ഞിട്ടുണ്ട്, ഷുഗർ പേഷ്യൻറ്റിനൊക്കെ ഓട്സ് നല്ലതുപോലെ വെന്ത് ചെയ്യണ്ട, ഒരു അരപ്പരുവത്തിൽ വെന്താൽ മതിയെന്ന്. ഇപ്പം ഇത് ആ പരുവത്തിൽ കൂടുതൽ നമുക്ക് ആവശ്യത്തിന് വെന്ത് കിട്ടും ഓട്സ്. ഇത് കഴിച്ചാലേ അറിയാൻ പറ്റും. അസാധ്യ രുചിയായൊരു പലഹാരമാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാം, രാത്രി ഉപയോഗിക്കാം, വൈകിട്ട് ചായയ്ക്ക് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും കാണണം.
കണ്ട് ഉണ്ടാക്കി നോക്കണം. ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്.